സർ, കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസം എന്തായാലും അങ്ങനെ ഒരു പ്രചരണം നടത്തിയത് ഞങ്ങൾക്കും UDF-നും ഗുണമായി. കാരണം കനകോലു ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവരൊരു PR മാനേജരെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് കിണർ ഗോലു. സാർ, കിണർ ഗോലുവിന്റെ നേതൃത്വത്തിൽ നടന്ന വർക്കാണ് ഇപ്പോൾ അവരെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. സാർ, ഈ PR മാനേജറായി ചുമതല ഏറ്റെടുത്ത അദ്ദേഹത്തിന് കടുത്ത ശത്രുത നിങ്ങളോടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ പിതാവിനെ കൂത്തുപറമ്പിൽ വെച്ച് കൊല ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ശത്രുതയുണ്ടായിരുന്നു. അതുകൂടാതെ പാപ്പിനിശ്ശേരിയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം തീ വെച്ച് നശിപ്പിച്ചതിന്റെ പേരിൽ ശത്രുതയുണ്ടായിരുന്നു. ആ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലുണ്ടായിരുന്ന കുരങ്ങന്റെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് നീ CMB ചേർന്നല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ പിടിച്ചടിച്ചതും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. സാർ, ഈ ശത്രുത കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അദ്ദേഹം വ്യക്തിപരമായി പകരം ചോദിക്കാൻ തയ്യാറെടുത്തിരുന്നെങ്കിലും ഇന്നോവ വീട്ടിൽ വരും എന്നുള്ള ഭയത്താൽ അദ്ദേഹം തൽക്കാലം അത് മനസ്സിൽ അടക്കി വെച്ചു. സാർ, സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിൽ അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഊർഷാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. സാർ, ടിയാൻ നേരിട്ട് പ്രതികാരം ചെയ്യുവാൻ പലവട്ടം ആലോചിച്ച് ഞാൻ പറഞ്ഞല്ലോ. അവസാനം വലിയ വരുമാനമുള്ള ഒരു ജോലി വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് അദ്ദേഹം PR-ന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹം ചില പരസ്യവാചകങ്ങളിലെ ചില വാക്കുകൾ കടമെടുത്താണ് നേതാക്കൾക്ക് പ്രസംഗിക്കുവാനുള്ള പ്രസംഗത്തിനിടയിൽ കയറ്റിക്കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചില സിനിമയിലെ ഡയലോഗുകൾ ഇടയ്ക്ക് പ്രസംഗത്തിനിടയിൽ കയറ്റിക്കൊടുക്കും. അങ്ങനെ ഒരു പഴയ ഒരു പരസ്യവാചകമാണ് മഴ മഴ കുട കുട മഴ വന്നാൽ വീട്ടിൽ പോടാ. ആ പരസ്യവാചകത്തിലെ ഒരു വാചകമെടുത്ത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പ്രസംഗത്തിലൂടെ. പിന്നെ 45 വർഷം മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ KP ഉമ്മറിനോട് ഷീല പറയുന്നു കിടക്കു പുറത്ത്. അതും ഇതേപോലെ തന്നെ കയറ്റിവിട്ടതാണ് സാർ.